ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ ചർച്ച് യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നോമ്പ് ധ്യാനത്തിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശ് മരണത്തെയും ഉത്ഥാനത്തെയും സ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ നടത്തുന്ന ഒരുക്കമാണ് നോമ്പ്. നമ്മൾ നോമ്പിന്റെ ആദ്യ ഭാഗമായ യേശു കർത്താവിന്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിക്കുന്ന കാലത്തിൽ നിന്നും കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയുടെയും നോമ്പ് ഉപവാസത്തിന്റെയും കാലത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുന്ന കാലമാണിത്. നോമ്പ് നമ്മെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാലമാണ്. നോമ്പ് ഉപവാസ പ്രാർത്ഥനയുടെ കാലമാണ്. പ്രാർത്ഥനയോ സ്നേഹമാണ്. സ്നേഹം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അതിന്റെ ചിറകുകൾ ബലഹീനമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള ഭാഗത്ത് ഒരു കുരുടന്റെ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നു: ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. നാം സ്വയം തിരിച്ചറിയുകയും മറ്റുള്ളവരെ തിരിച്ചറിയാതെ ഇരിക്കുന്ന അവസ്ഥയെ ഒരു കുരുടന്റെ അവസ്ഥയായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുരുടനായി ജീവിക്കാതെ കർത്താവിനെ കണ്ടുകൊണ്ട് പ്രകാശമുള്ള ഒരു ജീവിതം നയിക്കുന്നവനായി തീരുവാൻ ഇടയാകണം. ആത്മശരീര ശുദ്ധീകരണം ഈ നോയമ്പിലൂടെ കൈവരിക്കുവാൻ സാധ്യമാക്കേണ്ടതുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മെ തന്നെ ഉറപ്പിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ഒന്നോർക്കണം, നമുക്ക് ലഭിക്കുന്ന വേദന എന്നേക്കും നിലനിൽക്കുന്ന ഒരു വേദനയല്ല. നമുക്ക് ലഭിക്കുന്ന കഷ്ടപ്പാടുകൾ എന്നേക്കും നിലനിൽക്കുന്നതല്ല. പക്ഷേ നമ്മളുടെ ജീവിതം ഒരു കുരുടന്റേതായി തീരാതെ പ്രത്യാശയുള്ള ഒരു ജീവിതമായിരിക്കാൻ ഈ നോയമ്പ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.